സാമ്പത്തിക സുരക്ഷയുടെ ഭാഗമായി ബ്ലാങ്ക് ചെക്ക് വാങ്ങിവെച്ച് പണമിടപാട് നടത്തുന്ന വ്യക്തിയാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇന്ത്യയിൽ ഒരു ചെക്ക് കേസ് നടത്തി അത് വിജയിപ്പിച്ച് എതിർകക്ഷിയിൽ നിന്നും കിട്ടാനുള്ള തുക മേടിച്ചെടുക്കുക എന്നുള്ളത് ദുഷ്കരമായിട്ടുള്ളൊരു ജോലിയാണ്. കാരണം വെറുതെ ഒരു ബൗൺസായ ചെക്ക് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. ചെക്ക് ഇടപാടിൻ്റെ A to Z കാര്യങ്ങൾ കോടതിയിൽ തെളിയിക്കാനുള്ള ബാധ്യത പരാതിക്കാരൻ്റെ മാത്രമാണ്. ചെക്കിൽ ഒപ്പിട്ടത് എതിർകക്ഷിയാണെന്നുള്ളതും ചെക്കിൽ എഴുതിയിട്ടുള്ള തുക തനിക്ക് കിട്ടാനുള്ള തുകയാണെന്നും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും എതിർകക്ഷിക്കെതിരെ പരാതിക്കാരന് തെളിയിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ അനുകൂലമായിട്ടുള്ളൊരു വിധി ഉണ്ടാവുകയുള്ളൂ. ഒരു ചെക്ക് കേസ് ആരംഭിച്ച് കുറഞ്ഞത് 4 വർഷം മുതൽ 15 വർഷം വരെ കാത്തിരുന്നെങ്കിൽ മാത്രമേ ഇതിനകത്തൊരു നീക്കുപോക്ക് ഉണ്ടാവുകയുള്ളൂ. എതിർകക്ഷിയെ സംബന്ധിച്ച് ചെക്ക് കേസുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഒരു സമൻസ് വന്നു കഴിഞ്ഞാൽ ജാമ്യം എടുക്കുക എന്നൊരൊറ്റ കടമ മാത്രമേ അദ്ദേഹത്തിന് മുമ്പിലുള്ളൂ. അങ്ങനെ ജാമ്യം എടുത്തു കഴിഞ്ഞാൽ ഈ കേസ് കാലയളവിൽ അദ്ദേഹത്തിന് സുഖമായി പുറത്ത് കറങ്ങി നടക്കാം. ഇനി ചെക്ക് കേസ് ആരംഭിച്ച് ഇവനെങ്ങാനും രാജ്യം വിട്ടാലോ? പരാതിക്കാരനെ സംബന്ധിച്ച് ഒന്നും ചെയ്യാനില്ല, കാത്തിരിക്കുക. അവൻ തിരിച്ചു വരുന്നത് വരെ കാത്തിരിക്കുക. അല്ലാതെ മുങ്ങിയ സ്ഥലത്ത് പോയി പോലീസ്